നമസ്കാരം. കുറച്ചു കാലം മുമ്പ് നമ്മുടെ വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ യുവരാജാവ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു നടന്ന നുണകൾ എല്ലാവർക്കും ഓർമ്മ കാണും. നിരവധി നുണകൾ അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഏത് നുണയാണെന്ന് ഞാനൊന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. ഭാരതവും ചൈനയുമായി ഉണ്ടായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വളരെ ദുർബലമായൊരു നിലപാടാണ് സ്വീകരിച്ചതെന്നും അത് കാരണം ഭാരതത്തിൻ്റെ സൈന്യത്തിന് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി എന്നുള്ള തരത്തിലും ജനറൽ നരവനെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അത്തരത്തിലൊരു പുസ്തകം ഉയർത്തിക്കാട്ടി ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു നടന്ന നുണകളെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ തത്വമൈ ന്യൂസിൽ തന്നെ അതുല്യ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതല്ല പ്രശ്നം. കാരണം ജനറൽ നരവനെ ഇപ്പോൾ സത്യങ്ങൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതുകൊണ്ട് ഒരു ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായിട്ട് ഭാരതത്തിന് 1 ഇഞ്ച് ഭൂമിയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആ സംഘർഷത്തിൻ്റെ ഒടുവിൽ മേൽക്കൈ ഭാരതത്തിനായിരുന്നു എന്നും സംശയത്തിന് ഇടമില്ലാത്ത തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ നുണകൾ പൊളിഞ്ഞു വീണു. അതല്ല, അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ തത്വമൈ ന്യൂസിൽ തന്നെയുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ പശ്ചാത്തലത്തിൽ ഒരു കാര്യം നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത് രാഹുൽ ഗാന്ധിയുടെ മാത്രമായിട്ടുള്ളൊരു ശീലമാണോ? അല്ല. കാരണം ഈ വ്യാജഗാന്ധി കുടുംബത്തിന് പരമ്പരാഗതമായിട്ടുള്ളൊരു ശീലമാണ് ഭാരതവിരുദ്ധ പ്രസ്താവനകളും പ്രവൃത്തികളും നടത്തുക എന്നുള്ളത്. രാഹുൽ ഗാന്ധി എന്ന വ്യക്തി പ്രധാനമന്ത്രി പദം മോഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. അദ്ദേഹത്തിന് ഈ പ്രധാനമന്ത്രി പദം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രവൃത്തികൾ ചെയ്യുവാൻ ഇതുവരെ ഒരു അവസരം ലഭിച്ചിട്ടില്ല. പക്ഷേ പ്രസ്താവനകൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിരന്തരം അദ്ദേഹം തന്നെ കണ്ടെത്തുന്നുണ്ട്. ഒരു കാര്യവുമില്ലാത്തടത്ത്, ഒരു ബന്ധവുമില്ലാത്ത തലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനകൾ, ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് എത്ര റഫേൽ വീണു, പാകിസ്ഥാൻ പോലും പറയാത്ത അവകാശവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഭാരത സൈന്യത്തിൻ്റെ ഒരു ആത്മവീര്യം കെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ, ഭാരത സൈന്യത്തിൻ്റെ ആത്മവീര്യം കെടുത്താൻ ഒരു രാഹുൽ ഗാന്ധി പോരാ എന്നുള്ള വസ്തുത മാറ്റിവെച്ചാൽ കെടുത്തുവാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ നിന്ന് പിന്നിലേക്ക് പോകാൻ നമുക്ക്. അദ്ദേഹത്തിൻ്റെ പിതാവായ രാജീവ് ഗാന്ധി രാജ്യത്തിനെതിരെ ചെയ്ത പ്രവൃത്തികൾ എന്താണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാകാം. ബോഫോഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ബോഫോഴ്സ് ഉണ്ട് തന്നെ. എന്നിരുന്നാൽ പോലും ശ്രീലങ്കയിലെ പ്രശ്നത്തിൽ, തമിഴ് പുലികളുടെ പ്രശ്നത്തിൽ ഭാരതത്തിൻ്റെ ഇടപെടലുകൾ, അതിൻ്റെ ഒരു പര്യവസാനമുണ്ടല്ലോ. പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നൊരു സേനയെ അങ്ങോട്ടേക്ക് അയച്ച് നമ്മുടെ നിരവധി സൈനികരെ കൊലയ്ക്ക് കൊടുത്തൊരു നടപടി, ആ നടപടി രാജീവ് ഗാന്ധി ഏകപക്ഷീയമായിട്ടെടുത്തൊരു തീരുമാനമാണ്. അതിൽ പറ്റിയ പ്രധാന പാളിച്ച തമിഴ് പുലികൾ അവരുടെ എതിർപ്പുകളെ ഒരു അവഗണിച്ചുകൊണ്ട് ജയവർദ്ധനയുമായ ഒരു കരാറിൽ രാജീവ് ഗാന്ധി ഏർപ്പെട്ടു. ജയവർദ്ധന പക്ഷേ രാജീവ് ഗാന്ധിയെയും ഭാരതത്തെയും ചതിക്കുവാനുള്ള ഒരു ലാക്കോട് കൂടിയാണ് ആ കരാറിൽ ഏർപ്പെട്ടത്. ഭാരതീയ സൈന്യം അവിടെ ചെന്ന് ഇറങ്ങുന്ന കാലഘട്ടം മുതൽ തന്നെ തമിഴ് പുലികൾക്ക് ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ ആയുധങ്ങൾ ലഭ്യമായി തുടങ്ങി. തന്നെയുമല്ല, ഭാരതീയ സൈന്യം അവിടെ ചെന്നിറങ്ങുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു കൃത്യമായ ലക്ഷ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തമിഴ് പുലികളെയും ഒന്ന് മയപ്പെടുത്തി നിർത്തണം, അവരോട് ക്രൂരതയൊന്നും കാണിക്കരുത്. തമിഴ് പുലികളിലെ 9 പേർ അറസ്റ്റിലാകുന്ന സമയത്ത്, പിടിയിലാകുന്ന സമയത്ത്, അവരെ സൈനിക ക്യാമ്പിൽ കൊണ്ടിരുത്തിയിരുന്ന സമയത്ത് ശ്രീലങ്കൻ സൈന്യത്തിന് കൈമാറാൻ പോകുന്നു എന്നുള്ളൊരു കിംവദന്തി ശ്രീലങ്കയിൽ പരക്കുന്നു. അതിനുശേഷം മഹത്തയ്യ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, അന്നത്തെ സെക്കൻഡ് ഇൻ കമാൻഡ് തമിഴ് പുലികളുടെ. മഹത്തയ്യയും കുറച്ച് പേരും സന്ദർശിക്കുവാനായിട്ട്, ഈ തടവിലായവരെ സന്ദർശിക്കുവാനായി അവിടെ വരുന്നു. അവരുടെ ദേഹപരിശോധന ഒന്നും കൂടാതെ ഒരു സൈനിക ക്യാമ്പിലേക്ക് അവരെ കടത്തിവിടുന്നു. ഇത് സൈന്യം സ്വേച്ഛയാ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള കാര്യം എഴുതി വെച്ചോളൂ. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വ്യക്തമായ നിർദ്ദേശമില്ലാതെ, ദേഹപരിശോധനയൊന്നുമില്ലാതെ ഈ തമിഴ് പുലികൾ സൈന്യത്തിൻ്റെ തടവിലായിരുന്നവരെ കാണുവാൻ പോകുന്നു. തടവിലായിരുന്നു എന്നുള്ളവർക്ക് വളരെ സുഖകരമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു അവർക്ക് ഒരുക്കി കൊടുത്തിരുന്നത്. കയ്യും കാലും കെട്ടിയൊന്നും ഇട്ടിരിക്കുകയല്ലായിരുന്നു. സുഖകരമായിട്ടുള്ള കിടക്കുവാനുള്ള സൗകര്യവും ആഹാരവും വസ്ത്രവും എല്ലാം നൽകി ഒരു സുഖകരമായൊരു സാഹചര്യത്തിലായിരുന്നു അവരെ സൈന്യം സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവർ വന്ന് കണ്ടിട്ട് പോയതിനു ശേഷം ഈ തടവുകാർ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഈ സൈനൈഡ് അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ വന്നവർ കൊണ്ടുകൊടുത്തതാണ്. ഈ വന്നവരുടെ ദേഹപരിശോധന എന്തുകൊണ്ട് സൈന്യം നടത്തിയില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. രാഷ്ട്രീയ നേതൃത്വം, രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൃത്യമായ ഉത്തരവ് അവർക്ക് നൽകിയിരുന്നു. അതിനുശേഷമാണ് തമിഴ് പുലികളും ഭാരത സൈന്യവും തമ്മിലുള്ള ഒരു യുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ, കാരണം വായുസേനയുടെ ഒരു പിന്തുണ ഒരു തരത്തിലും ഭാരത സൈന്യത്തിന് അവിടെ
ഭാരത സർക്കാർ ലഭ്യമാക്കിയില്ല. കാരണം വായുസേനയുടെ പിന്തുണ ലഭ്യമാക്കിയിരുന്നെങ്കിൽ നിമിഷ നേരം കൊണ്ട് തമിഴ് പുലികളെ ഇല്ലാതാക്കാവുന്ന ഒരവസരം ഉണ്ടായിരുന്നു. പലപ്പോഴും ഒരവസരമല്ല, പല അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ വായുസേന നിഷ്ക്രിയമായി തുടരുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു അന്നത്തെ കാലത്ത്. ഇത് രാജീവ് ഗാന്ധിയുടെ കഥ. ഇനി ഇന്ദിരാഗാന്ധിയുടെ കഥ. ബംഗ്ലാദേശ് സ്ഥാപിക്കപ്പെട്ട യുദ്ധത്തിൽ 93,000 പാകിസ്ഥാൻ സൈനികർ ഭാരതത്തിൻ്റെ തടവിലുണ്ട്. ഇത് വെച്ച് എന്ത് വില പേശിയാലും പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ആണെങ്കിലും ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യമാണെങ്കിലും 50-ന് മേൽ ഭാരത സൈനികർ പാകിസ്ഥാൻ്റെ തടവിലുള്ളവരെ മോചിപ്പിക്കുന്ന നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും ഏത് കരാറിനും പാകിസ്ഥാൻ തയ്യാറാകുമായിരുന്നു, ഒരു സംശയവും വേണ്ട. എന്നാൽ അതൊന്നും ചെയ്യാതെ സുൽഫിക്കർ അലി ഭൂട്ടോയെ ഇന്ദിരാഗാന്ധി വിളിച്ചിരുന്നതാണ്. സുൽഫിയുമായിട്ടുള്ള അടച്ചമുറിയിലെ ഒരു ചർച്ചയ്ക്ക് ശേഷം പാകിസ്ഥാന് ഗുണകരമായിട്ടുള്ള രീതിയിൽ ആ കരാർ ഒപ്പിടുകയും മനേക്ഷാ തന്നെ പറയുകയും ചെയ്തു, നിങ്ങളെ മണ്ടിയാക്കിയാണ് അവർ തിരിച്ചു വിട്ടത് എന്ന് ഇന്ദിരാഗാന്ധിയോടും ജനറൽ സാം മനേക്ഷാ, ഫീൽഡ് മാർഷൽ സാം മനേക്ഷാ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. പിന്നോട്ട് പോയാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് ഭാരത സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളില്ലായിരുന്നു. 30,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഭാരതത്തിന് നഷ്ടമായി. അക്സായ് ചിൻ രൂപപ്പെട്ടത് തന്നെ നെഹ്റുവിൻ്റെ ഭരണ വൈദഗ്ധ്യം കൊണ്ടാണ്. ഇന്ത്യ ചീനി ഭായി ഭായി എന്ന് പറഞ്ഞ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗത്വം ഞങ്ങൾക്ക് വേണ്ട, ചൈനയ്ക്ക് കൊടുത്തോളൂ എന്നുള്ള മനസ്കത കാണിച്ച് നെഹ്റു ചെയ്ത പ്രവർത്തികൾ, ഇതെല്ലാം രാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിന് വേണ്ടി എന്നുള്ള ചോദ്യം തിരികെ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ നെഹ്റുവിൽ നിന്ന് തുടങ്ങുന്ന പിന്നെ ഗാന്ധിയായി പരിവർത്തനം ചെയ്ത വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളിൽ ഇവർ ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ഇവരുടെ ഒരു പ്രതിച്ഛായ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ സൃഷ്ടാക്കൾ, ഭാരതത്തിൻ്റെ ഒരു ആർക്കിടെക്ട്സ് എന്നുള്ള രീതിയിലാണ്. നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ളവരെ. രാജീവ് ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് ആധുനികത ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന, ഈ ബ്രിട്ടീഷുകാർ പറയുമല്ലോ ഭാരതീയരെ സംസ്കാരമുള്ളവരാക്കി മാറ്റിയത് ബ്രിട്ടീഷുകാരാണ്. അതുപോലുള്ളൊരു അവകാശവാദമാണ് ആധുനികത. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒരു ടെക്നോളജി ഭാരതത്തിലേക്ക് വരുവാനുള്ള വഴി തുറന്നു വെച്ചത് രാജീവ് ഗാന്ധിയാണ്. ശരിയാണ്, കാലികമായിട്ടുള്ള പരിവർത്തനം ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാരതത്തിൽ അന്ന് ഭരണത്തിലിരുന്നത് രാജീവ് ഗാന്ധിയായിരുന്നു. അതുകൊണ്ടത് നടന്നു. മറ്റാരും അത് ചെയ്തിട്ടില്ല എന്നല്ല. എല്ലാ ഭരണകർത്താക്കളും അവരുടേതായിട്ടുള്ള കാലഘട്ടങ്ങളിൽ, അവരുടെ ഭരണകാലങ്ങളിൽ നന്മയും തിന്മയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ശീലമെന്ന വണ്ണം തങ്ങളുടെ ഒരു ജനിതകമായ ഒരു പ്രവൃത്തി, ജനിതകമായ ഒരു പ്രത്യേകത കൊണ്ട് നടക്കുന്ന ഒരു പ്രവൃത്തി എന്ന വണ്ണം ചെയ്തിട്ടുള്ളത് ഈ വ്യാജഗാന്ധി കുടുംബം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അധികാര സ്ഥാനത്തേക്ക്, പ്രതിപക്ഷ നേതാവാണ്, അതിനുമപ്പുറം പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹത്തിന് ഇതുവരെ നമ്മുടെ ഭാഗ്യം കൊണ്ട് എത്തുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവൃത്തിയിൽ രാജ്യവിരുദ്ധത കാണിക്കാതെ വാചകങ്ങളിൽ അല്ലെങ്കിൽ പ്രസ്താവനകളിൽ രാജ്യവിരുദ്ധത നിറച്ച് മറ്റുള്ളവർക്ക്, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികൾക്ക് ഇന്ധനം നൽകുവാനുള്ള സകല കാര്യങ്ങളും അദ്ദേഹം നടന്നു ചെയ്യുന്നുണ്ട്. അതിലെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ നരവനയുടെ പേരിലുള്ള വ്യാജ പ്രസ്താവന. ഈ വ്യാജ പ്രസ്താവനകൾ രാഹുൽ ഗാന്ധി ആദ്യമായിട്ടല്ല നടത്തുന്നത്. ഇത്തരത്തിലുള്ള നീചമായ പ്രസ്താവനകൾ നരേന്ദ്രമോദി ചൗക്കീദാർ ചോർ ഹേ എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു എന്നുള്ള നുണപ്രചരണം, വോട്ട് ചോരി, EVM സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെയുമല്ല നരേന്ദ്രമോദിയുടെ മാതാവിനെ ഉൾപ്പെടെ ഹീനമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ സന്നിഹിതരായിരിക്കുന്ന വേദിയിൽ വെച്ച് കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് പറയിപ്പിക്കുക, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, വ്യക്തിപരമായിട്ടുള്ളൊരു പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും നമുക്ക് വിടാം. പക്ഷേ രാജ്യത്തിനെതിരായിട്ടുള്ള ഇത്തരം പ്രവർത്തികളെ ചോദ്യം ചെയ്യേണ്ടത്, ഇതിനെല്ലാം അങ്ങ് ശിക്ഷിച്ച് രാഹുൽ ഗാന്ധി നാട് കടത്തിക്കൂടെ എന്ന് ചോദിക്കാതെ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ തിരിച്ചടി നൽകി സ്ഥിരമായി അധികാര സ്ഥാനങ്ങളുടെ 7 അയലത്ത് ഈ വ്യാജഗാന്ധി കുടുംബത്തിനെ എത്തിക്കാത്ത തരത്തിൽ ചെയ്യേണ്ടത് ഭാരതീയരാണ്. ഭാരതീയരത് വടക്കേ ഇന്ത്യക്കാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് തെക്കേ ഇന്ത്യക്കാർ ഇനി ചെയ്യട്ടെ, ഞങ്ങളുടെ കർമ്മം ചെയ്തു കഴിഞ്ഞു എന്ന് വടക്കേ ഇന്ത്യക്കാരും ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചിതലുകൾ ഭാരതത്തിൻ്റെ അകത്ത് നിന്ന് ഭാരതത്തിന് നിരന്തരമായി കാർന്ന് തിന്നുകൊണ്ട് തന്നെയിരിക്കും. അതിൽ ചിതലുകളുടെ റാണിയോ രാജാവോ, ചിതലുകളുടെ കൂട്ടത്തിൽ റാണിയാണെന്ന് തോന്നുന്നു, ബയോളജിക്കാരും അല്ലെങ്കിൽ ജീവശാസ്ത്രക്കാരുണ്ടെങ്കിൽ അതിനെ തിരുത്തുക കൃത്യമായിട്ട്. അത്തരത്തിലുള്ളൊരു വലിയ ചിതലാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പുതിയ വ്യാജഗാന്ധി. എന്നിരുന്നാലും
ഇദ്ദേഹം ഇത് പുതിയതായി തുടങ്ങിയൊരു പ്രവർത്തനമല്ല. ഇത് അദ്ദേഹത്തിന് പരമ്പരാഗതമായി ലഭിച്ചു വന്നൊരു ശീലമാണ്. എന്തുകൊണ്ട് ഇവരിത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ചരിത്രപരമായിട്ടുള്ളൊരു വിശകലനം ആവശ്യമാണ്. അത് പക്ഷേ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നീളുന്നൊരു വീഡിയോയിൽ മാത്രം ചെയ്യാവുന്നൊരു കാര്യമായതുകൊണ്ട് അത് മറ്റൊരു അവസരത്തിലാകാം. എന്തായാലും തൽക്കാലം ഇത്രമാത്രം. നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.